ജപ്പാനിലെ ഒരു നാട്ടിൽ പല കൊലപാതകങ്ങളും നടക്കുന്നു. എന്നാൽ ഈ മരിച്ച ആളുകളുടെ ബോഡിയിലെല്ലാം കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് എക്സ് എന്ന് കത്തികൊണ്ട് വെട്ടി വെച്ചിട്ടുമുണ്ട്. എന്നാൽ കൊല ചെയ്ത ആളുകളെ ആ ബോഡിയുടെ തൊട്ടടുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. അവർ ഞാനാണ് കൊന്നതെന്ന് സമ്മതിക്കും. പക്ഷെ എന്തിനാ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാന്ന് അവർക്ക് പോലും അറിയില്ല. കൊല ചെയ്യുന്ന ആളുകൾ തമ്മിലും വലിയ ബന്ധമൊന്നുമില്ല. ഈ കേസാണെങ്കിൽ പോലീസുകാർക്ക് വലിയൊരു തലവേദനയാവും. ആ കേസിൻ്റെ ചുരുളഴിക്കാൻ നമ്മുടെ ഹീറോ ഇറങ്ങി പുറപ്പെടും. അവനാണെങ്കിൽ ആ കേസ് മാത്രം നോക്കി നടത്തിയാൽ പോരാ, അവൻ്റെ ജീവിതത്തിലും അവൻ്റെ പേഴ്സണൽ ലൈഫിലും വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഹീറോ ആ കേസ് തെളിയിച്ചോ അല്ലെങ്കിൽ ഹീറോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് 1997 റിലീസ് ചെയ്ത ക്യൂർ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഒരു ഡോക്ടറുടെ അടുത്തിരുന്ന് ഒരു പുസ്തകം വായിക്കായിരിക്കും. വായിച്ചു കഴിയുമ്പോൾ ഡോക്ടർ ചോദിക്കും എങ്ങനെയുണ്ട്. അവളും പറയും നല്ല കഥ, നല്ല സ്റ്റോറി, എനിക്കിഷ്ടമായി. എന്നാൽ പിന്നെ നമുക്ക് വേറെ കുറച്ച് ആക്ടിവിറ്റികളുണ്ട്, പുസ്തകം ഇനി പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ് ആ പുസ്തകം എടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് നടക്കും. അതേ സമയത്ത് നഗരത്തിലെ ഏതോ ഒരു ഹോട്ടൽ മുറിയിൽ ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുമ്പോൾ ആ പുരുഷൻ ആ അലമാരയുടെ ഡോറും തുറന്ന് ഒരു ഇരുമ്പിൻ്റെ പൈപ്പ് എടുത്ത് ആ സ്ത്രീയുടെ തലക്കടിച്ചടിച്ച് കൊന്നുകളയും. അങ്ങനെ അത് എന്തിനാ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്തത്. കുറ്റബോധമൊന്നുമില്ല. കൊലയും കഴിഞ്ഞ് അങ്ങേര് ബാത്റൂമിൽ കയറി കുളിക്കുന്നുണ്ട്. അങ്ങനെ കേസ് നാട് മൊത്തം അറിഞ്ഞു. ഹീറോ സ്പോട്ടിലേക്ക് വരികയായിരിക്കും. ഹീറോ ആണെങ്കിൽ ആ നാട്ടിലെ വലിയൊരു ഡിറ്റക്റ്റീവാണ്, അറിയപ്പെട്ട ഒരു ഡിറ്റക്റ്റീവാണ്. ഹീറോ സ്പോട്ടിലെത്തുമ്പോൾ അവിടെ ആദ്യമേ വേറെയും കുറേ പോലീസുകാർ എത്തിയിട്ടുണ്ട്. അവർ ആ ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ഹീറോയോട് പറയും ഇതൊരു വേശ്യയാണ് മരിച്ചിരിക്കുന്നത്. അവിടുന്ന് ഹീറോ ബാത്റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ വാഷ് ബേസിൽ ഒരു കത്തി, ചോര പുരണ്ട ഒരു കത്തി കിടക്കുന്നുണ്ട്. കൂടെ തന്നെ അവിടെയുള്ള ബാത്ത് ടബിൽ ആരോ കുളിച്ചതായിട്ടും കാണാം. നല്ല ചോരയെല്ലാം അവിടെ തെറിച്ചെടുക്കുന്നുണ്ട്. നേരെ താഴെ തന്നെ നോക്കുമ്പോൾ അവിടെ ഒരു ഡ്രസ്സിൽ ഒരു ID കാർഡ് കിടക്കുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ ഹിയാങ് എന്ന് പറഞ്ഞ ഒരാളുടേതാണ്. തൊട്ടടുത്തുള്ള പോലീസുകാരൻ പറയും ഇയാളാണ് കൊന്നെങ്കിൽ അയാൾ അപ്പം തന്നെ ധൃതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടാവും. ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ അകത്തേക്ക് ആ ഡെഡ് ബോഡി കാണാനായിട്ട് ചെല്ലും. അപ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പറയും മൂർച്ചയില്ലാത്ത എന്തോ ഒരു സാധനം കൊണ്ട് അടി കൊണ്ട് ചോര വാർന്നാണ് മരിച്ചിരിക്കുന്നത്. പോരാത്തതിന് നെഞ്ചത്ത് കഴുത്തിന്റെ ഭാഗത്തായിട്ട് എക്സ് എന്നുള്ളൊരു വെട്ടുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹീറോ ആണെങ്കിൽ അത് കണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇതിനു മുന്നേയും ഇതുപോലെ തന്നെ 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതാണെങ്കിൽ ഈ പോലീസുകാരൻ അറിയില്ല. ഹീറോയെ പോലെയുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ഡിറ്റക്റ്റീവ്സിനും മാത്രമാണ് അത്തരം കൊലപാതകങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയൂ. മീഡിയക്കാർക്ക് പോലും ഇതുപോലെ തന്നെയുള്ള കൊലപാതകങ്ങൾ മുന്നേ 2 നടന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഹീറോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മീഡിയക്കാരെല്ലാം തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറ്റണേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസുകാരൊന്നും അവരകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. എന്നാൽ വരാന്തയിൽ കൂടെ നടക്കുന്ന ഹീറോക്ക് അവിടെയുള്ള എന്തോ ഒരു മൂടി കാണുമ്പോൾ എന്തോ ഒരു സംശയം തോന്നും. അത് തുറന്നു നോക്കുമ്പോൾ വസ്ത്രമൊന്നും ഇല്ലാത്ത രീതിയിൽ ആ കൊലപാതകി അതിനുള്ളിൽ പേടിച്ചിരിപ്പുണ്ടാവും. അവിടുന്ന് കട്ട് ചെയ്ത ആ കൊലപാതകിയെ ചോദ്യം ചെയ്യുന്നത് TV കൂടെ കാണുകയായിരിക്കും ഹീറോയും കൂടെ തന്നെ ഒരു ഡോക്ടറും. അങ്ങേരെ ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ്. ഇത് കണ്ട് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഇതൊരിക്കലും അയാളല്ല കൊല ചെയ്തിരിക്കുന്നത്, അയാളെ കൊണ്ട് ഏതോ ചെകുത്താൻ ചെയ്യിച്ചാണ്. അങ്ങേരുടെ മുഖവും സംസാരവും കേട്ടാൽ മനസ്സിലാവും അങ്ങേര് ഒരിക്കലും ഒരു കൊല ചെയ്യാനായിട്ട് പ്രാപ്തനല്ല. ഹീറോ പറയും ഇപ്പൊ 2 മാസത്തിനുള്ളിൽ ഇതുപോലെയുള്ള 3 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതെല്ലാം അവരാരും ചെയ്തല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഡോക്ടർ പറയും അവരാണ് കൊല ചെയ്തിരിക്കുന്നത്, പക്ഷെ കൊല ചെയ്തവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് ഹീറോ 3 ഫോട്ടോസ് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. പിന്നെന്താണ് മരിച്ചവരുടെ ബോഡിയിലെല്ലാം എക്സ് എന്ന് വെട്ടി വെച്ചിരിക്കുന്നത്? അതൊരു ബന്ധമില്ലാഞ്ഞിട്ടാണോ? അവിടുന്ന് കട്ട് ചെയ്ത ഒരു ബീച്ചിൽ ഒരു അധ്യാപകൻ ഇരിക്കുകയായിരിക്കും, ഒരു മാഷ് ഇരിക്കുകയായിരിക്കും. അപ്പൊ കുറച്ച് അകലെയായിട്ട് ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ ചോദിക്കും ഇതേതാ സ്ഥലം? അതിന് മാഷ് പറയും ഇത് ഷിറാസറ്റ ബീച്ചാണ്. അയാൾ അതേന്നും പറഞ്ഞ് കുറച്ച് അകലേക്ക് നടന്ന് വീണ്ടും ചോദിക്കും ഇതേതാ സ്ഥലം? മാഷ് വീണ്ടും ആ ബീച്ചിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്കും. അന്നേരം അയാൾ പിന്നാലെ വീണ്ടും വന്ന് ചോദിക്കും അല്ല ഇതേതാ സ്ഥലം? മാഷ് പറയും ഞാനല്ലേ നിങ്ങൾക്ക് ഇപ്പം അവിടുന്ന് പറഞ്ഞു തന്നേ, ഇതാണ് ഷിറാസിറ്റോ ബീച്ച്. അവൻ പിന്നെയും ചോദിക്കും അതിന് നിങ്ങളാരാ? മാഷിന് മനസ്സിലായി ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അയാളോട് സംസാരിക്കാനായിട്ട് വാ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ ബോധം കെട്ട് താഴെ വീഴും. മാഷ് അവനെയും കൂട്ടി വീട്ടിൽ വന്നിട്ട് ഭാര്യയെ കൊണ്ട് ഒരു കാപ്പി ഇട്ട് കൊടുക്കും. അവൻ്റെ ഊരും പേരും ചോദിച്ചിട്ടൊന്നും അവനൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അവൻ്റെ കോട്ടെടുത്ത് നോക്കുമ്പോൾ അതിൽ മമിയാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാഷ് പറയും നിങ്ങളുടെ പേര് മമിയ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ഇവിടെയുള്ള കാര്യം പോലീസിൽ അറിയിച്ചാലോ? മമിയ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് നടന്ന് അവിടെ ഒരു മൂലക്കിരിക്കും, ലൈറ്റ് ഒന്നും ഇടാതെ. മാഷ് വന്ന് ചോദിക്കും പൊന്നു സുഹൃത്തെ നിങ്ങൾ ആരാ? നിങ്ങളെ പേരോ സ്ഥലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ, എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. മമിയ പറയും ആദ്യം നിങ്ങളുടെ പേര് പറ, നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ മാഷ് പറഞ്ഞു കൊടുക്കും ഞാനൊരു LP സ്കൂൾ അധ്യാപകനാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഭാര്യ എവിടെ? അവൾക്ക് സുഖമില്ലാഞ്ഞിട്ട് അവൾ മേലെയുള്ള മുറിയിൽ കിടന്നുറങ്ങുകയാണ്. അല്ല നിങ്ങൾ ആർക്ക് സുഖമില്ലാത്ത കാര്യമാണ് പറയുന്നതെന്നും ചോദിച്ച് മമ്മി വീണ്ടും സോഫയിൽ വന്നിരിക്കും. അല്ല ഇവിടെ നിങ്ങൾ കൂടാതെ വേറെ ആരാ ഉള്ളേ?
മാഷി പറയും ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണുള്ളത്. മിമി ചോദിക്കും ആ ആ പിങ്ക് വസ്ത്രം ധരിച്ച സ്ത്രീ ആയിരുന്നോ നിങ്ങളുടെ ഭാര്യ? എന്നാ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക. അത് കേൾക്കുന്ന മാഷും ഞെട്ടും. ഇവനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് പറഞ്ഞു കഴിയുന്നതും അവൻ കയ്യിലുള്ള ലൈറ്റർ ഒരൊറ്റ കത്തിക്കലായിരിക്കും. അതിൻ്റെ വെട്ടം കാണുന്ന മാഷ് അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ അന്വേഷണം എല്ലാം കഴിയുന്ന ഹീറോ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതും ഓഫ് ചെയ്ത് അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഭാര്യ എത്തും. അവക്കും ബിയർ കൊടുത്ത് അവർ രണ്ടുപേരും കുടിക്കുമ്പോൾ ഹീറോ പറയും ഈ കേസൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും വലിയൊരു യാത്ര പോകണം, എന്താ നിന്റെ അഭിപ്രായം? അവള് പറയും അങ്ങനെ ഒരു യാത്രയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഹീറോ പറയും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്തായാലും ഈ കേസ് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു യാത്ര പോകണം. എവിടേക്കാ പോകേണ്ടതെന്ന് നീ തന്നെ തീരുമാനിച്ചോ. പിറ്റേന്ന് രാവിലെ ആ മാഷ്, ആ സ്കൂൾ അധ്യാപകൻ അങ്ങേരുടെ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ജനലും പൊളിച്ച് താഴേക്ക് ഒരൊറ്റ ചാട്ടായിരിക്കും. താഴെ വീണ്ടും മരിച്ചിട്ടൊന്നുമില്ല, ചെറിയ എന്തോ പരിക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങേരുടെ മുറിയിൽ ബെഡിൽ ബ്ലഡ് തളം കെട്ടി കിടക്കുന്നത് കാണാം. അങ്ങേരുടെ ഭാര്യയും കൊന്നിട്ടാണ് താഴോട്ട് ചാടിയിട്ടുള്ളത്. അന്ന് ഉച്ചയ്ക്ക് ഹീറോ അയാളെ ചോദ്യം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കൂടെയുള്ള ഡോക്ടർ പറയും നല്ലൊരു മാഷായിരുന്നു അയാൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടേ ഉള്ളൂ. അയൽവാസികളെല്ലാം പറയുന്നത് അവർ നല്ല ജോഡികളായിരുന്നു എന്നാണ്. എന്നാൽ അവർക്ക് കാര്യമായിട്ട് കടങ്ങളുമില്ല. പിന്നെ എന്തിനാണ് അയാൾ അങ്ങനെ ഒരു കൊല ചെയ്ത്? അങ്ങനെ അവർ വാർഡിൽ അഡ്മിറ്റായി കിടക്കുന്ന മാഷിൻ്റെ അടുത്തെത്തും. ഹീറോ ചോദിക്കും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യയെ കൊന്നേ? അയാൾക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് മാഷ് പറയും. നിങ്ങൾ വയലൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സിനിമകൾ കണ്ടിരുന്നോ? അതും ഇല്ലയെന്ന് പറയും. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നോ? ആരും എന്നോടൊന്നും സംസാരിച്ചില്ല എന്ന് പറയും. ഡോക്ടർ ചോദിക്കും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലല്ലോ? അതിന് അയാൾ പറയും അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. എന്നിട്ട് എഴുന്നേറ്റ് തൊട്ടടുത്തുള്ളൊരു സ്റ്റൂളിൽ വന്നിരിക്കും. ഹീറോ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യയെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ കരയാൻ തുടങ്ങും. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ് അയാൾ തറയിലേക്ക് വീഴും. നിങ്ങളിങ്ങനെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ സത്യം പറയുന്നത് വരെ എനിക്ക് നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വരും. എന്നാലും അയാൾ കിടന്ന് കരയായിരിക്കും. അപ്പോഴേക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്ന് അയാളെ എടുത്ത് അവിടുന്ന് പോകും. എന്നാൽ അയാൾ അവരുടെ കൈയും തട്ടി മാറ്റി എൻ്റെ ഭാര്യയെ ഞാൻ എന്തിനാ കൊന്നതുപോലെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ചുമരിന് തല്ലയിടിച്ച് അവിടെയുള്ള ടേബിളിനും തല്ലയിടിച്ച് താഴെ വീഴും. അവിടുന്ന് കട്ട് ചെയ്താ ഹീറോ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയെന്ന് ഡോക്ടറോട് ചോദിക്കും. ഈ കൊലപാതകം ചെയ്തവർക്കെല്ലാം ചെറുപ്പത്തിൽ എന്തെങ്കിലും അഗാധമായിട്ടുള്ളൊരു പ്രശ്നം വല്ലതും വന്ന് വലുതായപ്പോൾ അത് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തെത്തി അവരിതുപോലെയുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്യാതിരിക്കുമോ? ഡോക്ടർ പറയും അപ്പം നീ സൈക്കോളജിയിൽ വിശ്വസിക്കാനും തുടങ്ങിയോ? നീ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കൊലയാളിയുടെ മോട്ടീവ് എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് ആ കൊലയാളിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഹീറോ പറയും ആ മോട്ടീവ് അതെന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ജോലി. അങ്ങനെ അവർ ആ കൊലപാതകത്തിൻ്റെ സംസാരമെല്ലാം മാറ്റിവെക്കും. ഡോക്ടർ ചോദിക്കും നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെ, എല്ലാം ഓക്കെ ആയി വരുന്നുണ്ടോ? ഹീറോ പറയും നിങ്ങൾ പറയുന്ന ഡോക്ടറെ ഞാൻ കാണിക്കുന്നുണ്ട്, ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, ഇനി എന്തെങ്കിലും വരികയായിരിക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഹീറോയുടെ ഭാര്യയ്ക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത്. ഹീറോയുടെ ഭാര്യ ഏതോ ഒരു ഡോക്ടർക്ക് കഥ വായിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ വൈകുന്നേരം ഒരു പോലീസ് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുന്ന നേരത്ത് ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മേലെ, ഒരു കൂരയുടെ മേലെ ഈ ബോധമില്ലാത്ത മിമി ഇരിക്കുന്ന കാണുക. പോലീസുകാരൻ നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും മിമി ഒന്നും സംസാരിക്കുന്നില്ല. അയാൾ ആ ബിൽഡിങ്ങിന്റെ മേലേക്ക് കയറാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്നായിരിക്കും മിമി മേലെ നിന്ന് താഴേക്ക് ചാടുന്നത്. എന്നാലും കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, കണങ്കാലിനൊരു ഉളുക്ക് മാത്രം പറ്റിയിട്ടുണ്ട്. അവരുടെ നാട്ടിലൊക്കെ ഒരാൾ എത്ര ഉയരത്തിന്ന് വീണാലും കണങ്കാലിനൊരു ഉളുക്ക്, കൈക്കൊരു ഒടിവ്, അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉണ്ടാവും, മരിച്ചൊന്നും പോകില്ല. പോലീസുകാരൻ അവനെയായിട്ട് സ്റ്റേഷനിലെത്തി അവനോട് വീടും നാടും എന്ത് ചോദിച്ചിട്ടും അവനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എന്നായിരിക്കും അവൻ പറയാം. എന്നാലും പോലീസുകാരൻ അവനെ പറ്റി അന്വേഷിച്ച് അവൻ്റെ പേര് മാത്രം കണ്ടുപിടിക്കും, മിമി. മോനെ മിമി, നിനക്കൊന്നും അറിയില്ല, നിന്നോട് എന്ത് ചോദിച്ചിട്ടും നിനക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അന്നേരം മിമി ചോദിക്കും അല്ല നിങ്ങളാരാ? പോലീസുകാരൻ പറയും ഞാനൊരു പോലീസാണ്. നിങ്ങളൊരു പോലീസാ? അങ്ങനെയാണെങ്കിൽ ഇതൊരു പോലീസ് സ്റ്റേഷനാണോ? നിങ്ങളുടെ വീടല്ലേ? പോലീസുകാരൻ പറയും ഇതെൻ്റെ വീടൊന്നുമല്ല, ഇതാണ് പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ എന്തിനായിരുന്നു ആ ബിൽഡിങ്ങിൻ്റെ മേലെ വലിഞ്ഞു കയറി ഇരുന്നേ? എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? മിമി പറയും ഏത് ബിൽഡിങ്, എനിക്കൊന്നും ഓർമ്മയില്ല. പോലീസുകാരൻ പറയും നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറിയിരുന്നു, അവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് ചാടി, അവിടെ നിന്നാണ് ഞാൻ നിങ്ങളെ എടുത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചേ. മിമി ചോദിക്കും അപ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷനാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളാരാ? പോലീസുകാരൻ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാനല്ല, ഞാൻ സുല്ലിട്ട്, നിന്നോടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. മിമി ചോദിക്കും എന്നാൽ ഞാനൊരു സിഗരറ്റ് വലിച്ചോട്ടെ? അവരുടെ തൊട്ട് പിന്നീട് തന്നെ ഒരു സിഗരറ്റ് ബോക്സ് കിടക്കുന്നുണ്ട്. പോലീസുകാരൻ അത് വലിച്ചോളാൻ സമ്മതിക്കുകയും ചെയ്യും.
അവൻ അങ്ങനെ ഒരു സിഗരറ്റ് എടുത്ത് തൊട്ടടുത്തിരിക്കുന്ന പോലീസുകാരനോടൊന്ന് വേണമെന്ന് ചോദിക്കും. അവൻ പറയും ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്, ഞാൻ റൂന്ത് ചുറ്റാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കും. അയാൾ പോയി കഴിയുമ്പോൾ മിമി പറയും എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ എന്ന് ചോദിച്ച് തൊട്ടടുത്തുള്ള ടേബിളിൽ വന്ന് കിടക്കും. അന്നേരം കഷണ്ടി പോലീസുകാരന് ഉറക്കം വന്ന് അങ്ങേരും എഴുന്നേറ്റ് കോട്ടുവായി എല്ലാം ഇട്ട് ഞാനും ഉറങ്ങാൻ പോവാന്ന് പറയാൻ നിൽക്കുമ്പോഴാണ് മിമി പറയുന്നത് പോലീസുകാരാ നിങ്ങളിത് കണ്ടോ? പോലീസുകാരൻ നോക്കുമ്പോൾ അവനൊരു ലൈറ്റർ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നോക്കി നിൽക്കുന്ന പോലീസുകാരനെ പിന്നെ കണ്ണെടുക്കാൻ പറ്റില്ല. അവൻ പറയും എന്നാ പിന്നെ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോളൂ. കഷണ്ടി പോലീസുകാരനാണെങ്കിൽ ആ ലൈറ്റിൽ നിന്ന് കണ്ണെടുക്കാനും പറ്റുന്നില്ല. എന്തോ കഞ്ചാവ് അടിച്ച പോലെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്താ മമ്മി പിറ്റേന്ന് ഹോസ്പിറ്റലായിരിക്കും ഉണ്ടാവുക. അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ കഷണ്ടി പോലീസുകാരൻ തന്നെയാണ്. അയാൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. മമ്മി ഇതുവരെ അയാളൊന്നും ചെയ്തിട്ടില്ല. അതേ ഹോസ്പിറ്റലിലേക്കാണ് ഹീറോ സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. ഡോക്ടറെ കണ്ട് ഹീറോ ചോദിക്കും ഒരാളെ വെളിച്ചം കാണിച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അയാളെ കൊണ്ട് ചെയ്യിക്കാനാവുമോ? ഡോക്ടർ സംശയത്തിൽ ഹീറോയെ നോക്കുമ്പോൾ ഹീറോ പറയും എനിക്ക് ചോദിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, അതുകൊണ്ടാണ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഡോക്ടർ പറയും ഹിപ്നോട്ടൈസ് ചെയ്യുന്നതെല്ലാം സാധാരണയാണ്, പക്ഷേ കൊലപാതകം പാപമാണെന്ന് ചിന്തിക്കുന്ന ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് അയാളെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിക്കാനൊന്നും ഒരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആൾക്ക് പറ്റില്ല. ഹീറോ ചോദിക്കും എന്നിട്ടും ഹിപ്നോട്ടൈസ് ചെയ്താലോ? എന്നിട്ടും ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരു ഗ്രേറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആയിരിക്കും. അതേ സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് 2 പോലീസുകാരും കഷണ്ടി പോലീസുകാരനും കൂടെയുള്ള പോലീസുകാരനും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയായിരിക്കും. അന്നേരം കഷണ്ടി പോലീസുകാരൻ മറ്റേ പോലീസുകാരൻ്റെ പിന്നിൽ ചെന്ന് എന്തോ ഒരു സാധനം ബോക്സിലിട്ട് ഒരു ഗണ്ണെടുത്ത് അയാൾ ഒരൊറ്റ ഷൂട്ടിന് കൊന്നളയും. എന്നിട്ട് എക്സെന്ന് വെട്ടിടാനായിട്ട് അകത്തിന്ന് ഒരു കത്തി എടുക്കുമെങ്കിലും എന്നാൽ പിന്നെ അകത്തിന്ന് വെട്ടിടാമെന്ന് വിചാരിച്ച് ആ ബോഡിയും കൊണ്ട് അകത്തേക്ക് പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് ചെല്ലും. അതേ സമയത്ത് തന്നെ ഹീറോയുടെ ഭാര്യ അവളുടെ ഡോക്ടറെ കാണാനായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നാൽ അവൾക്ക് ഇതുവരെ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റിയിട്ടില്ല. അവൾ എങ്ങനെ പോയാലും അവൾക്ക് വഴി തെറ്റുക. അവസാനം കറങ്ങി തിരിച്ച് എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്താ നേരം വൈകിയ? അവൾ പറയും എനിക്ക് വഴി തെറ്റി, എനിക്ക് പല തവണ വഴി തെറ്റി, എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിയാണ്. അന്നേരം ഡോക്ടർ അവൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ വായിച്ച ആ നീലത്താടി എന്ന പുസ്തകം ഒന്നുകൂടെ കൊടുക്കും. നീ ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് മറവിയാണ്. അവൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ തന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നു പോകും. അതേ സമയത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മമ്മിയോട് ഡോക്ടർ പറയും കണങ്കാലിന് ഒരു ഉളുക്ക് മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഓർമ്മ വന്നോ? അവൻ പറയും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, വേറെ ഒന്നും ഓർമ്മയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടേ പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് ഡോക്ടർ പിന്നിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ചെല്ലുമ്പോൾ അവൻ പറയും വിഷമം നിങ്ങൾക്കല്ല ഡോക്ടറെ. ഡോക്ടർ ചോദിക്കും നീ എന്തർത്ഥത്തിലാണ് അതിപ്പോൾ പറഞ്ഞേ? അവൻ ചോദിക്കും എന്ത്? നീ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ വിഷമത്തെക്കുറിച്ച്? അവൻ ചോദിക്കും ഞാനിപ്പോൾ എന്താ പറഞ്ഞേ, എനിക്കൊന്നും ഓർമ്മയില്ല. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനായിട്ട് ചെന്ന് വെള്ളം നിറയ്ക്കുമ്പോൾ പറയും എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഇപ്പോൾ പുറത്താണുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡോക്ടർ അവനെ നോക്കി നിൽക്കുന്ന നേരത്ത് അവൻ ആ വെള്ളം നിറയുന്ന ഗ്ലാസ് ഒരൊറ്റ തട്ടായിരിക്കും. അതിലേക്ക് നോക്കുന്ന ഡോക്ടർക്ക് പിന്നെ കണ്ണെടുക്കാൻ പറ്റില്ല. എന്നാലും ഡോക്ടർ കണ്ണ് വെട്ടിച്ച് മാറ്റെങ്കിലും അവൻ അതിലേക്ക് തന്നെ നോക്കാൻ പറയുമ്പോൾ ഡോക്ടർ വീണ്ടും അതിലേക്ക് തന്നെ നോക്കിപ്പോവും. മമ്മി പറയും നീ എങ്ങനെ ഒരു ഡോക്ടറായി? പുരുഷനേക്കാളും താഴെയാണ് സ്ത്രീ, അതുകൊണ്ട് നിനക്കൊരിക്കലും ഒരു ഡോക്ടറാകാൻ പറ്റില്ല. അങ്ങനെ നിന്നോട് പല തവണ ആളുകൾ പറഞ്ഞു, പക്ഷെ നീ അതൊന്നും വകവെച്ചില്ല. നീ ഒരു സർജൻ ആവാനായിട്ട് പഠിച്ചു. അവസാനം നീ മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു ബോഡിയെ കീറി മുറിച്ചു, ഒരു പുരുഷന്റെ ബോഡി കീറി മുറിച്ചു. അതായിരുന്നു നിന്റെ ആഗ്രഹം. നിനക്ക് പുരുഷന്മാരുടെ ബോഡികൾ വെട്ടിമുറിക്കാനായിട്ട് ആഗ്രഹം കൂടി വന്നു. പക്ഷെ അവസാനം നീ ഒരു ഫിസിഷ്യൻ മാത്രമായി. നിന്റെ ആഗ്രഹം ഒരു പുരുഷന്റെ ബോഡി കീറി മുറിക്കാനാണ്. നീ അതല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് കയ്യിലുള്ള വെള്ളം അവളുടെ മുഖത്തേക്ക് ഒഴിച്ച് അവൻ്റെ പാട്ടിന് പോകും. കുറച്ച് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഇറങ്ങാൻ നിൽക്കുന്ന ഡോക്ടർ ചുമരിൽ ഒരു വലിയ എക്സ് കാണും, ഒരു വലിയ വെട്ട്. അവൾ കുറച്ച് വെള്ളം എടുത്ത് അത് തുടയ്ക്കുകയും ചെയ്യും. അപ്പോഴേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം നടന്ന എല്ലാവരും അറിഞ്ഞു. പോലീസുകാരെല്ലാവരും എത്തി ആ ബോഡി അവിടുന്ന് മാറ്റുകയും ചെയ്യും. തൊട്ടടുത്ത് തന്നെ കഷണ്ടി പോലീസുകാരനെ കിട്ടുകയും ചെയ്യും. അങ്ങനെ കഷണ്ടി പോലീസുകാരനെ ഹീറോയും ഡോക്ടറും കൂടെ ചോദ്യം ചെയ്യുമായിരിക്കും. ഡോക്ടർ ചോദിക്കും നിങ്ങൾ കൊല ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ എന്തെങ്കിലും വെളിച്ചം കണ്ടിരുന്നോ? അതാണെങ്കിൽ പോലീസുകാരന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്താ ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തിരിയും. ഹീറോ അവൻ്റെ തല പിടിച്ച് തിരിച്ചു വെച്ച് താൻ ഇങ്ങനെ എന്തെങ്കിലും ലേറ്റ് കണ്ടിരുന്നോടോ പറയടോ എന്ന് പറയുമ്പോൾ ഹീറോയുടെ കയ്യും തട്ടി മാറ്റി പോലീസുകാരൻ ഒരു മൂലയ്ക്ക് വന്നിരിക്കും. ഹീറോ ദേഷ്യം വന്ന് ആ ലൈറ്റ് അവൻ്റെ മോന്ത കടിച്ച് വീണ്ടും വീണ്ടും ചോദിക്കും നീ ഇന്നലെ കൊല നടത്തുന്നതിന് മുന്നേ ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെട്ടം കണ്ടിരുന്നോ? അന്നേരം അയാൾ പറയും എനിക്ക് അവൻ്റെ പേരറിയില്ല, ആരാന്ന് പോലും അറിയില്ല. അപ്പം നീ ആരോ ഒരാളെ കണ്ടു, അവൻ്റെ പേരെന്താ നിനക്കറിയാം, പറയടോ എന്ന് ചോദിക്കും. അവസാനം ഹീറോക്ക് അവനെ തല്ലാനുള്ള ദേഷ്യത്തിൽ എത്തുമ്പോഴേക്ക് ഡോക്ടർ വന്ന് ഹീറോയെ പിടിച്ചു മാറ്റും. അന്നേരം വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കുന്ന പോലീസുകാരൻ അവിടെ ഉണ്ടായിരുന്നൊരു പേന എടുത്തിട്ട് കാവലിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ നെഞ്ചത്ത് ഒരു വെട്ട് വരയ്ക്കും, എക്സ് എന്ന് വരയ്ക്കും. ഡോക്ടർ ചോദിക്കും നീ ഇപ്പം എന്താ അവൻ്റെ നെഞ്ചത്ത് കാണിച്ചേ? അയാൾക്കാണെന്നും ഓർമ്മയില്ല. നീ എന്താണോ അവൻ്റെ നെഞ്ചത്ത് കാണിച്ചേ?
അന്നേരം അയാൾ പേന കറക്കിക്കൊണ്ട് ചോദിക്കും, ഞാൻ ഇങ്ങനെയാണോ കാണിച്ചത്? എനിക്ക് ഓർമ്മയില്ല. അതേ സമയത്ത് നഗരത്തിലെ പബ്ലിക് ടോയ്ലറ്റിലേക്ക് മൂത്രമൊഴിക്കാൻ വരുന്ന ഒരു പുരുഷൻ കാണുന്നത് ആ ഡോക്ടർ പെണ്ണ് ഒരുത്തനെ കൊന്നിട്ട് അവൻ്റെ നെഞ്ചത്ത് എക്സ് എന്ന് വരച്ച് അതിൻ്റെ ഒരു പാളി കീറി പൊളിച്ചെടുക്കുന്നതായിരിക്കും. അങ്ങനെ കേസ് ഹീറോയുടെ അടുത്തെത്തി ഹീറോ ക്രൈം സ്പോട്ടിലേക്ക് കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വിളിച്ച് പറയും, ഷിമാരോ ഹോസ്പിറ്റലിൽ മമിയ എന്ന് പറഞ്ഞ ഒരുത്തനെ സംശയം തോന്നിയിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവനെ ആ കഷണ്ടി പോലീസാണ് ഇങ്ങോട്ട് എത്തിച്ചത്. ഹീറോ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി തിരിക്കും. അവിടെ എത്തുമ്പോൾ കുറേ പോലീസുകാരുണ്ടാവും. എല്ലാവരും കൂടെ അവൻ കിടക്കുന്ന വാർഡിലേക്ക് ചെന്ന് അവൻ്റെ ബെഡിൽ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. എല്ലാ പോലീസുകാരും അവൻ ഓടാൻ ചാൻസ് ഉള്ള സ്ഥലത്തൂടെ ഓടി നോക്കും, ബിൽഡിങ്ങിൻ്റെ മേലെയൂടെ ഓടി നോക്കും. എന്നാൽ എവിടെയും അവനെ കാണുന്നില്ല. തൊട്ടടുത്ത ബ്ലോക്കിലെത്തി അവിടെ തിരയെങ്കിലും കാണുന്നില്ല. ഹീറോ ഏറ്റവും താഴെ വന്ന് ഒരു ഷട്ടർ പൊക്കി നോക്കുമ്പോൾ അവിടെ സിഗരറ്റും വലിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നുണ്ടാവും. അവൻ ചോദിക്കും, നിങ്ങൾ ആരാ? ഹീറോ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് ഷട്ടർ താത്തി തിരിച്ചു നോക്കുമ്പോൾ അവനെ പിന്നെ കാണുന്നില്ല. അവനാണെങ്കിൽ ഒളിച്ചുകളി കളിക്കുന്ന പോലെ അവിടെ ഇവിടെ ഒളിച്ചു നിന്നിട്ട് ഹീറോയോട് സംസാരിക്കും. പരസ്പര ബന്ധമല്ലാതെയാണ് സംസാരിക്കുക. ഹീറോക്ക് ദേഷ്യം വന്ന് അവസാനം ഒരു ഷെൽഫിനിട്ട് ഇടിക്കുന്ന സമയം ബാക്കിയുള്ള പോലീസുകാരും ശബ്ദം കേട്ട് അവിടേക്ക് വരും. അങ്ങനെ മമിയയെ പിടിച്ചു. അവനെ ഒരു കൂട്ടിലിട്ട് പുറത്തുനിന്നായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അകത്ത് കയറി ചോദ്യം ചെയ്യാൻ നിന്ന അഥവാ അവൻ ഹിപ്നോട്ടൈസ് ചെയ്താലോ? എന്നാൽ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഭ്രാന്താവുക എന്നല്ലാതെ അവൻ്റെ അടുത്തുനിന്ന് ഒരു തരി പോലും ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. ഹീറോ പറയും, എന്തായാലും ഞാൻ അകത്ത് കയറി ചോദ്യം ചെയ്യട്ടെ. മരിച്ചുപോയ എല്ലാവരുടെയും ഫോട്ടോസ് അവൻ്റെ മുന്നിൽ വെച്ച് ചോദിക്കും, ഇവരെ ആരെങ്കിലും നിനക്കറിയോ? അവൻ ആരെ അറിയില്ല എന്ന് പറയും. ഹീറോ അവൻ്റെ ഫോട്ടോ തന്നെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇയാളെ എനിക്കറിയില്ല എന്ന് അവൻ പറയും. ഹീറോ പറയും, അതാണ് നീ. അവൻ ചില്ലിൽ നോക്കിയിട്ട് പറയും, കണ്ടിട്ട് എന്നെപ്പോലെയുള്ള ഒരുത്തനാണ്, പക്ഷേ ഇത് ഞാനാണോ? ഹീറോ മരണപ്പെട്ട എല്ലാവരുടെയും ക്രൈം സീനിൽ നിന്ന് എടുത്ത ഫോട്ടോസ് അവൻ്റെ മുന്നിൽ നിരത്തി ചോദിക്കും, ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അവൻ ചോദിക്കും, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ ഇഷ്ടമാണോ? ഹീറോ അല്ല എന്ന് പറയും. പിന്നെ എന്തിനാ നിങ്ങൾ ഇതുപോലെയുള്ള ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുന്നത്? ഹീറോ ദേഷ്യം വന്ന് ആ LP സ്കൂൾ മാഷിൻ്റെ ഫോട്ടോ അവന് കാണിച്ചു കൊടുത്ത് പറയും, നിനക്ക് ഇയാൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നിന്റെ ഫിംഗർ പ്രിൻറ്റ് ഇയാളുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം മമ്മിയ, ആ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാലോ എന്നും പറഞ്ഞ് ഹീറോയുടെ തൊട്ടടുത്ത് ആ ഡെസ്കിൽ വന്നിരുന്ന് ഹീറോയുടെ നെറ്റിയിൽ വിരൽ വെക്കും. ഹീറോ അത് തട്ടി മാറ്റി, നിന്റെ ഈ പരിപാടി എൻ്റെ അടുത്ത് നടക്കൂല, ഞാൻ ചോദിക്കുന്നതിനെല്ലാം നീ ഉത്തരം പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. അന്നേരം അവൻ, ഞാനൊരു സിഗരറ്റ് വലിച്ചോട്ടെ എന്നും ചോദിച്ച് തൊട്ടടുത്തുള്ള സിഗരറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ ഹീറോ ദേഷ്യത്തിൽ അത് തട്ടി മാറ്റും. ഞാൻ പറയുന്നതിന് ഉത്തരം പറയടോ. അപ്പോഴേക്ക് ഡോക്ടർ വന്ന് ഹീറോയെ റൂമിൽ നിന്ന് പിടിച്ച് പുറത്ത് കൊണ്ടുപോയി നീ ഒന്ന് തണുക്കെന്നും പറഞ്ഞ് ഒരു ചായ കൊടുക്കും. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കുടിക്കട്ടെ എന്ന് വിചാരിച്ച് വായെ വെക്കുമ്പോഴാണ് മറ്റവൻ്റെ മോന്ത ചില്ലി കൂടെ കാണുക. അവൻ്റെ മോന്തമ്മലേക്ക് ഒരു ഒറ്റ ഒഴുകിലായിരിക്കും. ആ ചില്ലിലായിരിക്കും പറ്റി പിടിക്കുക. എന്നാലും ഹീറോക്ക് സമാധാനമായി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ വാഷിംഗ് മെഷീൻ ഓണായി കിടക്കുന്നുണ്ടാവും. അതും ഓഫ് ചെയ്ത് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ഭാര്യയെ കാണുന്നില്ല. റൂം മൊത്തം തിരഞ്ഞു നോക്കിയിട്ടും കാണുന്നില്ല. അവൻ അപ്പം തന്നെ അവളെയും തിരഞ്ഞിറങ്ങും. അവസാനം അവളൊരു പാർക്കിൽ നിൽക്കുന്ന കണ്ട് അവളുടെ അടുത്ത് ചെന്ന് നീ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനൊരു ബ്രഷ് വാങ്ങാനായിട്ട് സൂപ്പർ മാർക്കറ്റ് വരെ പോയതായിരുന്നു, എന്നാൽ തിരിച്ചു വരാനുള്ള വഴി എനിക്ക് മറന്നുപോയി. അല്ല, നിനക്കെന്തിനാ ഇപ്പോൾ ബ്രഷ്? നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിയാൽ അവർ നമുക്ക് ബ്രഷ് തന്നില്ലെങ്കിലോ, അതുകൊണ്ട് വാങ്ങാൻ വന്നതാ. ഹീറോ പറയും, അതെല്ലാം ഞാൻ വാങ്ങാം, നീ ഇപ്പം വീട്ടിലേക്ക് വാ. പിറ്റേന്ന് പോലീസുകാരെല്ലാവരും കൂടെ മമ്മിയുടെ ഷർട്ട് മാറ്റി നോക്കുമ്പോൾ അവൻ്റെ പുറത്ത് വലിയൊരു പൊള്ളിയ പാടുണ്ടാവും. ഡോക്ടർ പറയും, ഇത്രയും വലിയൊരു പൊള്ളൽ പൊള്ളണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആക്രി കടയിൽ നിന്നായിരിക്കും. അങ്ങനെ ഹീറോ തൊട്ടടുത്തുള്ള കവാസാക്കിയിലുള്ള ഒരു ആക്രി കടയിലേക്ക് ചെന്ന് അവിടെയുള്ള മുതലാളിയോട് മമ്മിയെ പറ്റി ചോദിക്കും. അയാൾ പറയും, അവൻ എൻ്റെ ആക്രി കടയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ അവന് താമസിക്കാനായിട്ട് എൻ്റെ വാടക മുറിയാണ് അവന് കൊടുത്തത്. അവനെ കാണുന്നത് തന്നെ ഇടയ്ക്കിടയ്ക്കായിരിക്കും, പക്ഷേ ഇപ്പോൾ 6 മാസമായിട്ട് അവനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വർഷത്തേക്കുള്ള വാടക ഒരുമിച്ച് അടച്ചതുകൊണ്ട് തന്നെ അവൻ അന്വേഷിക്കാനായിട്ട് ഞാൻ പോയില്ല. എന്നിട്ട് അവൻ്റെ മുറി ഹീറോക്ക് കാണിച്ചു കൊടുത്ത് അതിൻ്റെ സ്പെയർ കീയും കൊടുക്കും. ഹീറോ അത് തുറന്ന് അകത്തി കയറുമ്പോൾ മുഴുവൻ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. പുസ്തകങ്ങളുടെ ഒരു വലിയ പട തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഹിപ്നോട്ടിസത്തിനെ പറ്റിയുള്ള പുസ്തകങ്ങളായിരിക്കും. ഹീറോ ഓരോ പുസ്തകങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിലെല്ലാം മെസ്മർ എന്ന ഒരാളുടെ പേര് എടുത്ത് കാണിച്ചിട്ടുണ്ട്. കൂടെ തന്നെ മെസ്മറിസം എന്ന് പറയുന്ന ഒരു വിദ്യയെക്കുറിച്ചും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ പുസ്തകം മറിച്ച് നോക്കുമ്പോഴാണ് അവൻ്റെ മുഴുവൻ പേര് കാണുക, കുൻഹിക്കോ മിമിയ. അവനാണെങ്കിൽ ആ മെസ്മറിസത്തെക്കുറിച്ച് ഒരു വലിയ പ്രബന്ധം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. കൂടെ തന്നെ എന്തോ ഒരു സാധനം തുണി കൊണ്ട് മറച്ച് വെച്ചിട്ടുണ്ട്. ആ തുണി മാറ്റുമ്പോഴാണ് കാണുക ഒരു കുരങ്ങിൻ്റെ കൈയും കാലും ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. ആ കുരങ്ങ് മരിച്ചിട്ടും ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഡോക്ടറെ വിളിച്ച് പറയും, അവൻ്റെ മുഴുവൻ പേര് കിട്ടി, കുൻഹിക്കോ മിമിയ. 3 വർഷം മുന്നേ വരെ അവനൊരു സൈക്കോളജി വിദ്യാർത്ഥി ആയിരുന്നു. അവൻ ക്ലാസ്സിലൊന്നും അങ്ങനെ കയറാറില്ല എന്നാണ് അവൻ്റെ മാഷ് പറഞ്ഞ്, അവൻ്റെ യൂണിവേഴ്സിറ്റിയിലെ മാഷ് പറഞ്ഞ്. പിന്നെ നിങ്ങൾ ഈ മെസ്മർ എന്ന് പറയുന്ന ആളെ പറ്റി അറിയോ? ഡോക്ടർ പറയും, അത് വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോഴായിരിക്കും ഹീറോക്ക് ഭാര്യയെക്കുറിച്ച് ഓർമ്മ വരിക. അവൻ അപ്പം തന്നെ കാറിൽ വീട്ടിലേക്ക് ചെന്ന് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ
ഭാര്യ തൂങ്ങി മരിച്ച് കിടക്കുകയായിരിക്കും. അവൻ്റെ ഉള്ളു പിടഞ്ഞു പോവും. ഇത്രയും കാലം നല്ലപോലെ നോക്കിയിട്ട് ഇപ്പം അങ്ങനെ വിട്ടുപോയാലോ? അപ്പോഴായിരിക്കും ഭാര്യ ചോദിക്കുക, അല്ല നിങ്ങൾക്ക് എന്താ പറ്റിയ, സുഖല്ലേ? നോക്കുമ്പോൾ ഭാര്യയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ പറ്റിയ? അവൻ എന്തോ തോന്നിയതാണ്. അപ്പം തന്നെ മിമിയെ കാണാനായിട്ട് ഹീറോ ഇറങ്ങിച്ചെല്ലും. എന്നാൽ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ മിമി ഉണ്ടാവില്ല. ഹീറോ ഇനിയും അവനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോവുകയെന്ന് ഡോക്ടർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർ അവനെ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റി. ഹീറോ ഡോക്ടർക്കിട്ട് ഒരു തെറിയും വിളിച്ച് നേരെ ഭ്രാന്താശുപത്രിയിലേക്ക് ചെല്ലും. അവിടെയുള്ളവന് ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ തന്നെ അവൻ അവിടെയുള്ള ഡോറ് തുറന്നു കൊടുക്കും. അകത്ത് കയറി പിന്നെയും ഒരു ഡോറ് തുറക്കുമ്പോഴായിരിക്കും അവൻ്റെ മുറിയിലെത്തുക. അന്നേരം ഒരു മൂലയ്ക്കിട്ട് അവൻ ഇരിക്കുന്നുണ്ട്. നിന്റെ പേര് കുനിഹിക്കോ മിമിയ. നീ യൂണിവേഴ്സിറ്റിയിൽ മെസ്മറിനെ കുറിച്ചും മെസ്മറിസത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതെന്താണ്? നീ ഇനിയൊന്നും മറച്ചു വെക്കണ്ട, എല്ലാം അവസാനിച്ചു. എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പോൾ കൊലപാതക പ്രേരണ കുറ്റത്തിന് ജയിലടയ്ക്കാം. അവൻ പറയും, നിങ്ങളിന്ന് നിങ്ങളുടെ ഭാര്യ മരിച്ചതായിട്ട് കണ്ടല്ലേ? എനിക്കറിയാം നിങ്ങൾ വീട്ടിൽ ചെന്ന അവളെ നോക്കാനായിട്ട് പരിചരിക്കാനായിട്ട് കുറച്ച് പാടാണ്. എന്തേ, ഞാൻ നിങ്ങളുടെ ഭാര്യയെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ? ഹീറോ ഇതെല്ലാം കേട്ട് ഞെട്ടിയിരിപ്പാവും. എന്നാലും പുറത്ത് കാണിക്കില്ല. നീ എന്തിനാണ് ഹിപ്നോട്ടൈസ് ചെയ്ത് ആളുകളെ കൊല്ലുന്നത്? അവൻ ചോദിക്കും, നിങ്ങളൊരു ഡിക്റ്റേറ്റീവ് ആണോ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ? ഞാൻ പറയട്ടെ, നിങ്ങൾ രണ്ടും അല്ല. നിങ്ങളെന്ന് പറയുന്ന ഒരാൾ തന്നെ ഈ ലോകത്തില്ല. എന്നിട്ട് കയ്യിലെ ലൈറ്റർ കത്തിക്കാൻ നോക്കുമ്പോഴേക്ക് ഹീറോ അത് തട്ടി താഴെയിട്ട് പറയും, എൻ്റെ ഭാര്യ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നീ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാൻ. അവളോട് എന്ത് വന്നാലും ഞാൻ പൊറുക്കും. പക്ഷേ നിന്നോട് ഞാൻ പൊറുക്കില്ല. നിന്നെപ്പോലെയുള്ള ഓരോരുത്തന്മാരാണ് എൻ്റെ തലയിൽ കയറി എനിക്ക് തലക്കനുണ്ടാക്കി തരുന്നത്. എന്നിട്ട് താഴെയുള്ള ലൈറ്റർ എടുത്ത് അത് ടേബിളിൽ വെച്ച് കത്തിച്ച് പറയും, നിനക്ക് ഈ ലൈറ്റർ ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഇനി സംസാരിക്കുക, ഞാൻ കേൾക്കട്ടെ. അവൻ പറയും, നിങ്ങളൊരു അത്ഭുതം തന്നെയാണ് ഡിക്റ്റേറ്റീവ്. നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ടെറസിൽ നിന്ന് വെള്ളം ചോർന്ന് ആ ലൈറ്ററിന് മേലേക്ക് വീഴുക. ഹീറോ അതിലേക്ക് നോക്കുമ്പോൾ പിന്നെ കണ്ണെടുക്കാൻ പറ്റില്ല. അവൻ പറയും, നിങ്ങൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്ക്, വെള്ളത്തിന് നിങ്ങളെ ശാന്തനാക്കാൻ പറ്റും. പിന്നെ കേൾക്കുന്നത് ടപ്പേ എന്നുള്ളൊരു ഒച്ചയാണ്. ഹീറോ മിമിയുടെ കരണക്കിട്ടൊന്ന് കൊടുത്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങും. പുറത്ത് നല്ല മഴയായിരിക്കും. പോലീസുകാരൻ ഓടി വരുന്നുണ്ടാവും. ഹീറോ ചോദിക്കും, നീയാണോ എന്നെ പറ്റി അവനോട് പറഞ്ഞു കൊടുത്തേ? അയാൾ പറയും, അവനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോൾ അവന് കൂടുതൽ സംസാരിക്കാനുള്ള ചാൻസ് ഒന്നും കൊടുക്കില്ല. അവനെയും താഴെയിട്ട് ചവിട്ടിക്കൂട്ടി ഹീറോ പുറത്തേക്ക് വരും. അവിടുന്ന് കട്ട് ചെയ്താൽ ഡോക്ടറെ ഹീറോക്ക് പറഞ്ഞു കൊടുക്കും. ഈ മെസ്മർ എന്ന് പറയുന്ന ആൾ 1800 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടറാണ്. അങ്ങേരാണ് ഹിപ്നോട്ടിസം എന്നൊരു ശാസ്ത്രശാഖ കണ്ടുപിടിച്ചത്. എന്നാൽ അന്നുള്ള ആളുകളൊന്നും അത് വിശ്വസിച്ചില്ല. അത് മന്ത്രവാദമാണ്, തട്ടിപ്പാണെന്നെല്ലാം പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞ്. എന്നാലും മെസ്മർ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിട്ട് മുന്നോട്ട് തന്നെ പോയി. പക്ഷേ പണ്ട് ഹിപ്നോട്ടിസത്തിന് ആ പേരല്ലായിരുന്നു. ആത്മാവിനോട് സംസാരിക്കുക, ആത്മാവിനെ പുറത്ത് കൊണ്ടുവരിക, അതുപോലെയുള്ള പേരുകളായിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഈ മിമി സത്യങ്ങളൊന്നും പുറത്ത് പറയാത്തതുകൊണ്ട് തന്നെ ഒരു വലിയ പണ്ഡിതന്മാരുടെ ഒരു ചോദ്യം ചെയ്യൽ മീറ്റിംഗ് അവർ അറേഞ്ച് ചെയ്യും. അവിടെ നിന്നൊരു വലിയ മനുഷ്യൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. വലിയ മനുഷ്യനെന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റും വെയിറ്റുള്ള മനുഷ്യനല്ല, വലിയ പൊസിഷനിൽ നിൽക്കുന്നൊരു മനുഷ്യൻ. അയാൾ വലിയൊരു പ്രബന്ധമൊക്കെ പറഞ്ഞ് ഒരു വലിയ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറയും. അയാൾ ഒന്നുകൂടെ ചോദിക്കുമ്പോൾ അവൻ ചോദിക്കും, അല്ല നിങ്ങളാരാ? അങ്ങനെ അവനോട് ചോദ്യം ചെയ്യാൻ വന്ന പണ്ഡിതന്മാർക്ക് മൊത്തം ഭ്രാന്താവും. ഹീറോ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ തല പിടിച്ചൊരു ഒന്ത് വെച്ച് കൊടുക്കും. അവിടുന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ വീട്ടിൽ ഭാര്യയുടെ അവസ്ഥ വളരെ മോശമായി വന്നു തുടങ്ങും. അവയ്ക്കിപ്പോൾ ഭക്ഷണം വെച്ചുണ്ടാക്കാൻ പോലും പറ്റുന്നില്ല. ഹീറോ അവളുടെ ഡോക്ടറുടെ അടുത്ത് ഏൽപ്പിച്ച് പറയും, ഈ കേസ് കഴിഞ്ഞാൽ ഞാൻ തിരികെ വന്ന് കൂട്ടിക്കോളാം. അതിന് ഡോക്ടർ പറയും, ഇപ്പോൾ അവൾക്കല്ല നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നമുള്ളത്. നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്, കേസൊക്കെ പിന്നെ അന്വേഷിക്കാം. ഹീറോ ഡോക്ടർക്ക് ഒരു വണക്കം വെച്ച് സൈക്കാട്രിസ്റ്റ് ഡോക്ടറുടെ വീട്ടിലേക്ക് വരും. അയാൾക്ക് മിമിയെ പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ മാഷ് ഒരു കാസറ്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു സ്ത്രീ ഇരിക്കുകയാണ്. അവളുടെ തൊട്ട് മുന്നിലിരിക്കുന്ന ആൾ വായുവിൽ അവളോട് എക്സ് എന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. ഹീറോ ചോദിക്കും, ഇതിപ്പോൾ എന്താണ് സംഭവം? ഡോക്ടർ പറയും, ആ സ്ത്രീ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സ്വന്തം മകനെ വെട്ടിക്കൊന്ന് നെഞ്ചിൽ എക്സ് എന്നൊരു പാടുവിട്ടു. ഇത് 1890 കാലഘട്ടത്തിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഹിപ്നോട്ടിസത്തെ സംബന്ധിച്ച് ജപ്പാനിൽ ഏറ്റവും പഴക്കം ചെന്നൊരു വീഡിയോ. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിരിക്കും. ഡോക്ടർക്കാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിലേക്ക് വരുന്നുണ്ട്. മമ്മിയുടെ റൂമിൽ ചെന്നതും ഏതോ ഒരു വലിയ വീടിന് മുന്നിൽ നിൽക്കുന്നൊക്കെ ആയിട്ട് പെട്ടെന്ന് ഹീറോ വിളിച്ച് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ മമ്മിയ ആരായിരിക്കും? അന്നേരം ഡോക്ടർ പറയും, നിയോഗിക്കപ്പെട്ട ഒരു മതപ്രചാരകൻ. പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നിട്ട്, സോറി ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയെന്നും പറഞ്ഞ് റൂമിൽ ചെന്ന് ലൈറ്റ് ഇടുമ്പോഴാണ് അങ്ങേരുടെ ചുമരിൽ എക്സ് എന്ന് വരച്ച് വെച്ച് കാണുക. ഹീറോ ചോദിക്കും, അതെന്താ അവിടെ എക്സ് എന്ന് വരച്ച് വെച്ചേ? അതൊന്നുമില്ല, അത് മായ്ച്ചു കളയാനേ ഉള്ളൂ എന്നും പറഞ്ഞ് ഡോക്ടർ എഴുന്നേറ്റ് അത് മായ്ക്കും. ഹീറോ ചോദിക്കും, നിങ്ങൾ ഇന്ന് മമ്മിയെ കാണാൻ പോയോ? ഹേയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അത് മാന്തി പൊളിക്കാൻ തുടങ്ങും. അവിടുന്ന് കട്ട് ചെയ്താൽ മമ്മി അവൻ്റെ റൂമിൽ സ്റ്റൂളെടുത്ത് ചുമരിൽ അടിച്ച് പൊളിക്കായിരിക്കും. അന്നേരം ഹീറോ അങ്ങോട്ട് വന്ന് അവൻ്റെ വാതിൽ തുറന്നു കൊടുത്ത് തിരിച്ചു പോരും. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പോലീസുകാരെല്ലാവരും രാത്രി അവനെയും തിരഞ്ഞിറങ്ങിയായിരിക്കും. എന്നാൽ എവിടെ ഒന്നും കിട്ടുന്നില്ല. അന്നേരമാണ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മരിച്ച വിവരം അറിഞ്ഞ് ഹീറോ ചെന്ന് നോക്കുക. അങ്ങേരെ കയ്യിൽ വിലങ്ങ് വെച്ച് വയറിൽ കത്തി കൊണ്ട് കുത്തി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്.
ഹീറോ പിറ്റേന്ന് രാവിലെ തന്നെ ഏതോ ഒരു കാട്ടിലൂടെ നടന്ന് ഒരു വലിയ വീടിനടുത്തെത്തും. ഇനിയിപ്പോൾ എന്തോ ഒരു ഫാക്ടറിയാണോ ചർച്ചാണോ ഒന്നും അറിയില്ല. ഇതേ സ്ഥലം തന്നെയാണ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അങ്ങയുടെ സ്വപ്നത്തിൽ കണ്ടത്. ചിലപ്പം ഡോക്ടർ ഇതിന് മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ടാവണം. എന്തായാലും ഹീറോ ആ വീടിനകത്തേക്ക് കയറുമ്പോൾ അകത്ത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ട് കിടക്കുകയാണ്. ഭിത്തിയിലൊരു പയ്യൻ്റെ ഫോട്ടോ തൂങ്ങി കിടപ്പുണ്ട്. അത് ആരുടേതാണെന്ന് മനസ്സിലാവുന്നില്ല, അത്ര വ്യക്തമൊന്നുമല്ല. ഹീറോ അത് മെയിൻ ചെയ്യാതെ തൊട്ടടുത്തുള്ളൊരു കട്ടിൽ വന്നിരിക്കും. അന്നേരം ഉണ്ടാവും മമ്മിയെ അങ്ങോട്ട് വരുന്നത്. അവൻ പറയും, സാർ നിങ്ങളിവിടെ എത്തിയോ? നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത്? എനിക്കറിയാം, എൻ്റെ പിന്നാലെ തന്നെ വന്ന് എൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതറിഞ്ഞിട്ടും നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ സ്വന്തം അന്തരാത്മാവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഏതൊരാളും ഇവിടെ വന്നേ മതിയാവും. അതാണ് വിധി. പെട്ടെന്ന് ഹീറോ എഴുന്നേറ്റ് ഗണ്ണെടുത്ത് 3 വിധി അങ്ങ് പൊട്ടിച്ചെടുക്കും. അവൻ അപ്പം തന്നെ താഴെ വീണു, എന്നാലും മരിച്ചിട്ടില്ല. ഹീറോ ചോദിക്കും, ഇപ്പം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അന്നേരം അവൻ കൈയെടുത്ത് വായുവിൽ ഒരു എക്സ് എന്ന് വരിക്കും. ഇനിയിപ്പോൾ കുരിശാണോന്നും അറിയില്ല. ഹീറോ അപ്പം തന്നെ ഗണ്ണെടുത്ത് ഒരു 5 വിധി കൂടെ പൊട്ടിച്ചു കൊടുക്കും. അങ്ങനെ മമ്മിയായി. ഹീറോക്ക് അന്നേരമാണ് ആ പണ്ടാരം ഒന്ന് മരിച്ചു കിട്ടിയപ്പോഴാണ് സമാധാനമാവുക. അവിടുന്ന് കട്ട് ചെയ്ത ഹീറോയുടെ ഭാര്യയെ കൊണ്ടാക്കിയ ഹോസ്പിറ്റലിൽ ഏതോ ഒരാൾ ഒരു സ്ത്രീയുടെ ബോഡി എക്സ് എന്ന് കഴുത്തിൻ്റെ ഭാഗത്ത് വെട്ടിയൊരു ബോഡി കൊണ്ടുവരുന്ന കാണാം. ഇനി അത് ഹീറോയുടെ ഭാര്യയാണോന്നും അറിയില്ല. അതേ സമയത്ത് ഹീറോ എന്നും ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരിക്കും. അന്നേരം വെയിറ്റർ പെണ്ണ് ഒരു ചായ എടുത്ത് വെച്ച് കൊടുത്ത് കുറച്ച് അകലേക്ക് മാറിയിട്ട് ഒരു കത്തി എടുത്ത് വരുന്ന കാണാം. ഇനിയെങ്ങാ ഹീറോയെ തട്ടാനുള്ള പരിപാടിയാണോന്ന് അറിയില്ല. അവിടെ വെച്ച് ക്യൂർ എന്ന സിനിമ അവസാനിക്കുന്നു. എനിക്ക് തോന്നുന്നു ഹീറോ മമ്മിയെ രക്ഷപ്പെടുത്തി പുറത്തിറക്കിയപ്പോൾ അവൻ അപ്പം തന്നെ ഹീറോക്ക് പണി കൊടുക്കാനുള്ള പണികളെല്ലാം അവിടെ ഒപ്പിച്ച് വെച്ചു എന്നാണ്. എന്തായാലും ഹീറോ മരിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്തായാലും കത്തിയുമായിട്ട് ഹീറോയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇനി അഥവാ ഹീറോ മരിച്ചു കാണുമോ? എന്തായാലും സിനിമ നല്ലൊരു സിനിമയായിരുന്നു. പലരും ക്രൈം ത്രില്ലർ മൂവീസ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരാൾ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. സിനിമ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാത്തവർ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട്, എന്നാലും ആരും കമൻറ്റ് ചെയ്യുന്നില്ല. കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഫിലിം ക്രോണിക്കിൾ.